ഗർഭിണികൾ മലന്ന് കിടക്കാൻ പാടില്ല, ചെരിഞ്ഞേ കിടക്കാവൂ എന്ന് കുറെ കേട്ടിട്ടില്ലേ? അപ്പൊ പ്രഗ്നന്റ് ആവുമ്പോ തൊട്ട് ഈ ചെരിഞ്ഞെടുപ്പ് തുടങ്ങണോ? അതൊന്നും വേണ്ട. കാരണം അറിഞ്ഞുകൊണ്ട് ഓരോന്നും ചെയ്യണ്ടേ? അതിലല്ലേ കാര്യമുള്ളൂ. ഈ കിടപ്പിന്റെ ആവശ്യം പോലും വരുന്നത് ഗർഭപാത്രം കുറച്ചൊക്കെ വലുതാവുമ്പോഴാണ്, ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ. അതെന്തുകൊണ്ടാണെന്നറിയോ? മലന്ന് കിടക്കുമ്പോൾ ഈ കുഞ്ഞുമായിട്ടുള്ള യൂട്രസിന്റെ പ്രഷർ താഴെയുള്ള വലിയ രക്തകോലുകളെ കംപ്രസ് ചെയ്യും, പ്രത്യേകിച്ച് ഇൻഫീരിയർ വീനക്കാവ. അപ്പൊ അമ്മയുടെ ഹൃദയത്തിലേക്ക് അതിലൂടെയുള്ള വീനസ് ബ്ലഡ് റിട്ടേൺ കുറയും, അമ്മയുടെ ഹാർട്ട് സർക്കുലേഷൻ ഔട്ട്പുട്ട് കുറയും, കുഞ്ഞിലേക്ക് എത്തുന്ന രക്തവും കുറയും. ചുരുക്കത്തിൽ കുഞ്ഞിന് ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പൊ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നാലോ? വലതുവശത്തുള്ള വീനക്കാവിയിലെ പ്രഷർ റിലീവ് ആവുകയും അമ്മയിലേക്കും കുഞ്ഞിലേക്കുമുള്ള സർക്കുലേഷൻ നല്ലോണം കിട്ടുകയും ചെയ്യും. തീർന്നില്ല. അത് മാത്രമല്ല കേട്ടോ കാര്യം. മലന്ന് കിടക്കുമ്പോൾ ഈ വലിയ യൂട്രസ് സ്പേസ് കിട്ടാൻ വേണ്ടി ആമാശയം, ശ്വാസകോശം ഇതിനെയൊക്കെ മുകളിലേക്ക് പിടിച്ച് തള്ളും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പുളിച്ചു തേട്ടൽ, ഗ്യാസ് കയറൽ ഇതൊക്കെ കൂടാനും ലങ്സ് മര്യാദയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാത്തതുകൊണ്ട് ശ്വാസം എടുക്കാൻ വിമിഷ്ടം, ശ്വാസടച്ചൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതിനൊക്കെയുള്ള സൊല്യൂഷനാണ് ഈ ചെരിഞ്ഞെടുപ്പ്. എന്ന് വെച്ച് ഒട്ടും മലന്ന് കിടക്കാൻ പാടില്ലേ? വലതുവശത്തോട്ട് ചെരിയാനും പാടില്ലേ? അങ്ങനെയും ഇല്ല. ഇടതാണ് ബെസ്റ്റ് എന്നേ ഉള്ളൂ. എന്നാൽ വലതുവശത്തോട്ട് ചെരിഞ്ഞിടന്നാലും ഓക്കെയാണ്. ഇനിയിപ്പോ അതിനിടയ്ക്ക് കുറച്ചു നേരം മലന്ന് കിടന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് അതിന് പേടിക്കേണ്ട കാര്യവും ഇല്ല. ഇനി അടുത്ത ഡൗട്ട്, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ എണീറ്റിരുന്ന് തിരിയണോ? അതും വേണ്ട, മലന്ന് കിടന്നിട്ട് തിരിയാൻ കേട്ടോ. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? ഇനി കാര്യം അറിയാതെ മലന്നും ചെരിഞ്ഞൊക്കെ കിടക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ.